നമുക്കെല്ലാവർക്കും വലിയ വലിയ മാറ്റങ്ങൾ വേണം, അതും പെട്ടെന്ന് മാറണം. ഈ ഒരു ത്വര ആളുകളിലൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അത് കുട്ടികളിൽ പോലും ഒരു 50, 55%, 60% മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് 95, 100% മാർക്ക് അത് പെട്ടെന്ന് കിട്ടണം ആ മാറ്റം. ഇതേപോലെ തന്നെ രാത്രി വൈകി 1 മണിക്ക് കിടന്നുറങ്ങുക, 9 മണി 10 മണിക്ക് എഴുന്നേൽക്കുക. ഈ മനുഷ്യന് പ്രചോദിതനായിട്ട് 9 മണിക്ക് കിടന്നുറങ്ങണം, 4 മണിക്ക് എഴുന്നേൽക്കണം. ഇത് പെട്ടെന്ന് മാറണം എന്നാണ്. ഇങ്ങനെ 100 കിലോ വെയിറ്റുള്ള ഒരാൾ 70 കിലോ ലീൻ ആൻഡ് എജൈലായിട്ട് സ്ലിം ആവണം. ഇതൊക്കെ പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ സാലറിയിൽ 10, 15, 20, 25,000 കിട്ടുന്ന ഒരു മാസത്തെ സാലറി 1 ലക്ഷമോ അതിൽ മേലെ കിട്ടണം. ഇത്തരം വലിയ മാറ്റങ്ങളെക്കുറിച്ചാണ് ആളുകൾ അതിയായി മോഹിച്ച് അതിനുവേണ്ടി ശ്രമിച്ച് അതിൻ്റെ പിന്നാലെ ഓടി അതിനെന്തൊക്കെ നടക്കും എന്നൊക്കെ പരതി പിടിച്ച് അതിൻ്റെ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ്. അവസാനം നിരാശരായിട്ട് ഇതൊന്നും നടക്കുകയില്ല, എനിക്ക് പറ്റില്ല, ജീവിതത്തിൽ ഒരിക്കലും നടക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്വപ്നങ്ങളെ തന്നെ, ഈ ആഗ്രഹങ്ങളെ തന്നെ കൈയൊഴിയുന്നതായിട്ട് നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട്. സഹോദരന്മാരെ, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കൃത്യമായൊരു വസ്തുത സ്മോൾ ഡെയിലി ഇംപ്രൂവ്മെൻറ്റ്സ് എന്നതാണ് പ്രായോഗികം. എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യങ്ങൾ നമുക്ക് പ്രായോഗികമായി തിരുത്താവുന്ന, മാറ്റാവുന്ന, ചേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുക. ഇത് ചെയ്യുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വലിയ മാറ്റങ്ങളുടെ പ്രതിഫലനം, റിസൾട്ടുകൾ വരികയും അത് നമ്മളെ കൂടുതൽ പ്രചോദിപ്പിക്കുകയും അങ്ങനെ മാറ്റങ്ങളിലേക്ക് നമ്മൾ അതിവേഗം പോകുന്ന ഒരു പ്രചോദനത്തിന്, ഒരു സ്വയം മോട്ടിവേഷന്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്വയം പ്രചോദനത്തിന് നമ്മൾ വിധേയരാകുകയും നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാക്ടിക്കലായിട്ടുള്ള എളുപ്പ വഴി എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇങ്ങനെ നമുക്ക് സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് ദിവസവും ചെറിയ മാറ്റങ്ങൾ വരുത്താവുന്ന വലിയൊരു മേഖലയാണ് നമ്മുടെ തന്നെ ആരോഗ്യം, ഹെൽത്ത്, അല്ലെങ്കിൽ ഹെൽത്തി ഹാബിറ്റ്സ് എന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഭക്ഷണശീലങ്ങൾ. അമിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് രോഗങ്ങൾ വരുമെന്നും കഷ്ടങ്ങൾ വരുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ ചേഞ്ചസ് എങ്ങനെ കൊണ്ടുവരണം? ചെറുതായിട്ടെങ്കിലും അതിൽ മനസ്സ് വെച്ച് ചേഞ്ചസ് കൊണ്ടുവന്നേ പറ്റുള്ളൂ. സ്ഥിരമായി സമയം തെറ്റി ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് കൃത്യമായ സമയത്തേക്ക് ആ മാറ്റം കൊണ്ടുവന്നേ പറ്റുള്ളൂ. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഉറക്കശീലങ്ങൾ. ജീവിതത്തിലെ ആരോഗ്യത്തെ ഏറ്റവും കൂടുതൽ ഹനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് ഉറക്കത്തിൻ്റെ താളം തെറ്റൽ, അതുപോലെ നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാതിരിക്കൽ. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ ശീലത്തെയും നമ്മൾ ഒറ്റയടിക്ക് വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാതെ ചെറിയ മാറ്റങ്ങൾ ദിവസവും വരുത്തിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് എളുപ്പം സാധിക്കുന്നതാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇങ്ങനെ ദിവസവും നമുക്ക് ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ പഠനം, ലൈഫ് ലോങ് ലേണർ ഈസ് എ ലൈഫ് ലോങ് ഏണർ, ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. കുറച്ച് ദിവസവും പഠിച്ചുകൊണ്ടിരുന്നാൽ വലിയൊരു മാറ്റം നമ്മളിൽ ഉണ്ടാവുകയും അത് നമ്മുടെ റവന്യൂ, നമ്മുടെ ഇൻകവും പണവുമായിട്ട് മാറുകയും ചെയ്യും എന്നുള്ള നല്ല മാറ്റത്തിൻ്റെ ഒരു ഹെൽത്തി ഹാബിറ്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിറഞ്ഞ, അതുപോലെ മറ്റുള്ള ആളുകളുടെ കുറ്റം പറഞ്ഞ് ശീലിച്ച, അതുപോലെ നമ്മുടെ നഷ്ടത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും കഷ്ടങ്ങളെക്കുറിച്ചും അതുപോലെ നിരാശ, ഉത്കണ്ഠ പോലെയുള്ള നമ്മെ തന്നെ കൊന്നുകളയുന്ന വിനാശകരമായ ചിന്തകളും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് മാറ്റം വരുത്താം. സ്വബോധത്തിൽ സ്വമേധയാ നമ്മളതിനൊരു തയ്യാറെടുപ്പ് നടത്തിയാൽ. ഇങ്ങനെ തന്നെ നമ്മുടെ സംസാരം, വിടുവായത്തം, അതുപോലെ മീനിങ്ലെസ് ആയിട്ടുള്ള വെറുതെ കാളമൂത്രം ഒഴിച്ചു വിടുന്നത് പോലെയുള്ള സംസാരം, സമയം കൊല്ലി സഭകളിലും സദസ്സുകളിലും പോയിട്ടുള്ള വെറുതെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്സിനെ തുലച്ച് കളയുന്ന നമ്മുടെ ഇടപെടലുകൾ, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രകോപനപരമായി, അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥ, വൈകാരികമായ സന്തുലിതാവസ്ഥയെ തന്നെ നമ്മൾ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന കോപത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും അതുപോലെ പ്രശ്നങ്ങളുടെയും ഇടയിൽ പെട്ടിട്ട് നമ്മുടെ ജീവിതം തൊലിച്ച് കളയുന്ന പരിപാടികൾ, ഇതൊക്കെ നമുക്ക് മെല്ലെയായിട്ട് നമ്മുടെ ഒരു സ്വബോധത്തിൽ
സ്വമേധയാ നമ്മളതിനൊരു തയ്യാറെടുപ്പ് നടത്തിയാൽ ദിവസവും മാറ്റം വരുത്താവുന്ന വലിയ വലിയ മാറ്റങ്ങളിലേക്കുള്ള പടവുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ആരുമായിട്ട് ഇടപഴകുകയാണെങ്കിലും ഏത് പ്രശ്നത്തിൽ നമ്മൾ ഉൾപ്പെടുകയാണെങ്കിലും വാട്ട് ഇൻ ഇറ്റ് ഫോർ മീ, എനിക്കതിലെന്താണ് കാര്യം, എനിക്കെന്താ സ്പേസ് എന്ന് ആലോചിച്ചിട്ട് മാത്രം ഇടപെടുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുപോലെ നമുക്ക് യെസ് എന്ന് അനുകൂലമായി പ്രതികരിക്കാൻ പറ്റില്ല എന്ന് സംശയം തോന്നുന്നിടത്ത് കൃത്യമായി നോ എന്ന് പറയാൻ ശീലിക്കുക. അതാണ് നമ്മുടെ തൻ്റെടം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം അതിൽ തന്നെയാണ്. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളൊരു ഫ്ലെക്സിബിൾ ആവുക. റിജിഡ് ആവാതെ ഇരുമ്പലൊക്കെ പോലെ എൻ്റെ വാദങ്ങൾക്ക്, എൻ്റെ നയങ്ങൾക്ക്, എൻ്റെ അഭിപ്രായത്തിന് അത് മാത്രം ശരി എന്ന് പറയുന്ന ആ ഒരു ബലപ്പെടുത്തം അത് ഒഴിവാക്കിയിട്ട് ഒന്ന് ഫ്ലെക്സിബിൾ ആവുക, ഒന്ന് വഴക്കം കൊടുക്കുക. നമ്മളറിയാലോ, ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ വൻ മരങ്ങളെ അത് കടപുഴകി മറിച്ച് കളയും. എന്നാൽ ഏത് വലിയ കാറ്റ് വന്നാലും നെൽച്ചെടിയും ഗോതമ്പ് ചെടിയൊക്കെ ചാഞ്ഞ് നിന്നുകൊണ്ട് അതിനെ അതിജീവിക്കുകയും ആ കാറ്റ് പോകുമ്പോൾ അവ നേരെ നിന്ന് അവ സർവൈവ് ചെയ്യുകയും അതിജീവിക്കുകയും ചെയ്യും. ഇത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കണം, ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാവിലത്തെ നമ്മുടെ മോർണിംഗിലെ നല്ലൊരു തുടക്കം. നന്നായിട്ട് നല്ല ഫീലിങ്ങോടുകൂടി നല്ല മൂഡോടുകൂടി എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ആ പ്രാർത്ഥനാപൂർവം ഇന്നത്തെ ദിവസം കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം, ഒരു സുദിനം ഈ പൂർണ്ണമാക്കാനുള്ള ഈ ദിനത്തിലെ എൻ്റെ ജീവിതത്തിൻ്റെ സേവനങ്ങളുടെയും നമുക്ക് സ്നേഹസന്തോഷങ്ങളുടെയും ധന്യമായ മുഹൂർത്തങ്ങൾ എനിക്ക് ലഭിക്കണമേ, എനിക്ക് കൊടുക്കാൻ കഴിയണമേ എന്ന പ്രാർത്ഥനാപൂർവ്വമുള്ള നല്ല ഫീലിങ്ങും മൂഡോട് കൂടിയുള്ള തുടക്കം തന്നെ ഒരു ജീവിതത്തിൻ്റെ നല്ല അടയാളമാണ്. അത് തുടക്കവും തുടർച്ചയും ആ ദിവസത്തിലുണ്ടായാൽ നമ്മുടെ വിജയം കുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശുഭ സൂചനയുമാണ്. ഇങ്ങനെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വലിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ വലിയ വിജയങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയും ആ നിലയ്ക്കുള്ള ചെറിയ മാറ്റങ്ങളിലേക്ക് ശ്രദ്ധ വെക്കുകയും ചെയ്യുക. കാണാം, നമുക്ക് വീണ്ടും കേൾക്കാം.